വ്യൂവേഴ്സ്, വെൽക്കം ടു ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് 8 പോഡ്കാസ്റ്റ്. സോ നമ്മുടെ പൈലറ്റ് എപ്പിസോഡാണ്. സോ ഐ വാസ് വണ്ടറിങ് വൈ നോട്ട് ടോക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ വായിച്ച് തീരെ. സോ അതിലൊരു സംഭവമായിരുന്നു കോൺസ്പിറസീസ്, സം ഇൻട്രസ്റ്റിംഗ് കോൺസ്പിറസീസ്, സംതിങ് ലൈക്ക് മൂൺ ലാൻഡിങ്ങിനെ കുറിച്ചിട്ട്. ബിക്കോസ് പണ്ടൊക്കെ ഓക്കെ വീവർ നമ്മൾ വായിച്ചിട്ടുണ്ട്, നീൽ ആംസ്ട്രോങ് പോയി അവിടെ ഇറങ്ങി ഫ്ലാഗ് കുത്തി ഇതൊക്കെ. ബട്ട് ഇപ്പം റീസെന്റ് ടൈംസിൽ മേ ബി കുറേ ടേക്സിൻ്റെ ഇറ്റ്സ് ഓൾ ഫേക്ക്. അവർ അന്ന് പോയിട്ടില്ല സ്പീക്കിൽ. ഇറ്റ് വാസ് സം സെറ്റപ്പ് സംവേർ ഇൻ ലൈക്ക് US തന്നെ അവർ നാസ റിക്രിയേറ്റഡ് അങ്ങനെ ഒരു സംഭവമാണെന്ന് ഇപ്പോൾ പറയുന്നത്. സോ അതേപോലെ എന്തെങ്കിലും വേറെ കേട്ടിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ഇൻട്രസ്റ്റിംഗ്? ബിക്കോസ് ഇറ്റ്സ് നത്തിങ്. ഇപ്പൊ പോവാൻ അതിന് ശേഷം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആരും പോയിട്ടുമില്ല. ദാറ്റ്സ് ദി അനദർ തിങ്. എല്ലാവരും വേറെ സ്ഥലത്ത് പോകാൻ നോക്കുന്നു, പക്ഷേ അപ്പാർട്ട് ഫ്രം ദി സ്പേസ് സ്റ്റേഷൻ വേറെ ആരും എവിടെയും പോയിട്ടുമില്ല. കുറെ പേര് അതിന്റെ മറ്റേ ഗൂഗിൾ മാപ്പിൽ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ എടുത്തിട്ട് അതെ അതെ ഉണ്ടായിരുന്നു ഫേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈക്ക് വിത്ത് ദി എക്സാക്ട് സ്പോട്ട് ഇൻ വെച്ച് ഇറ്റ് ഈസ് ലൈക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഐ തിങ്ക് അബൌട്ട് ദി ഫ്ലാഗ് ഓൾസോ. ആ പിക്ചറിൽ ഉണ്ടായിരുന്ന ഒരു എവിഡന്റ് ഫ്ലാഗ് ഉണ്ട്, ലൈക്ക് അവർ പോയി കുത്തി ആ ഫ്ലാഗ്. എനിക്ക് വിൻഡിലേത് മൂവ് ഉണ്ടായിരുന്നു. അതെവിടെയോ കാനഡയില് അവിടെ എവിടെയോ പോയി ഷൂട്ട് ചെയ്താന്നൊക്കെ പറഞ്ഞു പോയിട്ടില്ല. പിന്നെ ഐ ഡോണ്ട് തിങ്ക് അവർ ഇന്റർവ്യൂസിലും അവർ അതിനെ കുറിച്ച് അധികം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് തോന്നുന്നു. സോ ഇപ്പൊ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ അതുപോലെ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് 9/11. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഐ ഡോണ്ട് ബിലീവ് ഇൻ ദിസ് കോൺസ്പിറസി. പക്ഷേ ഞാൻ കാണുന്ന വീഡിയോസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ അധികവും സ്വൈപ്പ് ചെയ്ത് വിടാറാണ്. ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല അതിൽ. അതുകൊണ്ട് എനിക്ക് ഇതിനെ കുറിച്ച് അത്ര നോളേജ് ഇല്ല. പക്ഷേ പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കോൺസ്പിറസി തിയറി വെച്ചിട്ട് പലരെയും ഫൂൾ ചെയ്യുന്നുണ്ട്, പലരെയും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഫൂൾ ചെയ്യുന്ന കാര്യം വേറെ. എന്താന്ന് വെച്ചാൽ ഈ 9/11 കാര്യം തന്നെ പറയണെങ്കിൽ ഇപ്പൊ അത് വീണ്ടും പൊങ്ങി വരാൻ കാരണം എന്ന് വെച്ചാൽ റീസെന്റ് ഇന്ത്യയിൽ ഉണ്ടായ എയർ ഇന്ത്യ ക്രാഷ് അഹമ്മദാബാദില്. അത് ഒരു ബിൽഡിങ്ങിന്റെ ഒരു സ്ട്രക്ചറിന്റെ മുകളിൽ പോയി ക്രാഷ് ചെയ്തിട്ടും ആ ബിൽഡിങ് ക്രാഷ് ആയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ചെറിയൊരു സ്ട്രക്ചർ ക്രാഷ് ആവാണ്ടിരിക്കുകയാണെങ്കിൽ വേൾഡ് ട്രേഡ് സെന്റർ പോലത്തെ ഒരു വലിയ ബിൽഡിങ് അതെങ്ങനെയാണ് ഒരു പ്ലെയിൻ ഇടിച്ച് ക്രാഷ് ആവണേ? അന്ന് പറയണ പോലെ അല്ലേ ഇപ്പം ഈ കാലത്ത് ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നു വിചാരിക്കുക, എനിക്ക് ഈ ഒരു കോൺസ്പിറസി തിയറിയുടെ വീഡിയോ അടക്കം കിട്ടും എനിക്ക്. അതുകൊണ്ട് എനിക്ക് അത്ര വിശ്വാസം ഇല്ല ഓരോന്നും. എനിക്കിപ്പോ നാളെ വേണമെങ്കിൽ നിന്നെ കുറിച്ച് വല്ലതും എനിക്ക് കേൾക്കാം. അത്ര ക്ലിയർ ആയിട്ട് എനിക്ക് വീഡിയോ ഉള്ളതുകൊണ്ടേ നമുക്ക് എന്ത് വേണേലും എപ്പോ വേണേലും ആരെ കുറിച്ച് വേണമെങ്കിലും ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട്. ഇപ്പൊ റീസെന്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മറ്റേ എന്റെ ഒരു സെൽഫി ഷാറുഖ് ഖാന്റെ ഒപ്പം ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട്. അതെ അത് ഞാൻ കണ്ടു. നീ കണ്ടില്ലേ? കൊള്ളാം, ഞാൻ ലൈക്ക് അടിച്ചില്ല. പക്ഷെ വിശ്വസിച്ച് ജസ്റ്റ് നൈസായിട്ട് ഈ 9/11 ആക്ച്വലി അതിൽ കൂടുതൽ ആൾക്കാർ സംസാരിക്കാൻ കാരണം വെച്ചാൽ അതൊരു ഈ പറഞ്ഞ കൺട്രോൾ എക്സ്പ്ലോഷൻ ആണെന്ന് പറയുന്നത്. ലൈക്ക് മറ്റുള്ള അടുത്തുള്ള ബിൽഡിങ്സിന് അധികം എഫക്ട് ചെയ്തില്ല. ലൈക്ക് അതിന്റെ സൗണ്ട്സും പിന്നെ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ദേ വാണ്ടഡ് ടു ഹെൽപ്പ് ദി എന്താ പറയാ ഇൻഷുറൻസ് പേയബിൾസ് അങ്ങനെ എന്തോ വരുന്നുണ്ടായിരുന്നു. സോ ദേ വാണ്ടഡ് അത്. പിന്നെ അങ്ങനെ കുറെ അതിനോട് റിലേറ്റഡ് Michael Jackson was supposed to be in that building at that day of crashing. And അവന് എന്തോ പറഞ്ഞിട്ട് മൈക്കിൾ ജാക്സണോ അതേപോലെ വേറൊരാളും, അയാളുടെ പേര് ഞാൻ ഓർക്കണില്ല, ബട്ട് അവർ ആ ബിൽഡിങ്ങിൽ ശരിക്കും ആ ദിവസം ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അവർ അന്ന് ആ ബിൽഡിങ്ങിൽ പോയില്ല. ലിസൺ, ഇറ്റ്സ് ജസ്റ്റ് PR തിങ് മാൻ. എനിക്ക് അത്രേ തോന്നുള്ളൂ. അതിന് ഞാനും പറയും, ഞാൻ അടുത്ത ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തോ ഭാഗ്യം എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം എന്നെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ല. ഇറ്റ്സ് എ PR തിങ്. എനിക്ക് തോന്നുന്നില്ല അതൊക്കെ എന്താ പറയാ ഒരു ഡിസ്കഷനിലുള്ള കാര്യമില്ല. പക്ഷെ 9/11 ഓൾമോസ്റ്റ് ക്രെഡിബിൾ കുറെ ഫാക്ട്സ് ഉണ്ട്. ബിക്കോസ് ഒരു പ്ലെയിൻ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഹിറ്റ്സ് എ ബിൽഡിംഗ്, ഡെഫിനറ്റ്ലി അത് ഇറ്റ് വെന്റ് ഡൗൺ ലൈക്ക് എ കൺട്രോൾഡ് ഡെമോളിഷൻ. So that doesn't happen if it's like hit by a plane. So അതിന്റെ കുറെ ഫാക്ട്സ് ഉണ്ട്. മേ ബി വി ഹാവ് ടു dig deeper on it. ഞാൻ അതേ വീഡിയോയുടെ വേറൊരു ആംഗിൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഫ്ലൈറ്റിന്ന് പൈലറ്റ് ഉണ്ടല്ലോ, പൈലറ്റ് സീംസ് ലൈക്ക് സം അതർ വിയർഡ് ഏലിയൻ ഗൈ, അങ്ങനെ ഒരു സാധനം ഒരു വീഡിയോ അതാണ് ഞാൻ പറയണത്. ഇങ്ങനെ ആക്കുന്നുണ്ട്, ഇതിനേക്കാളും വൃത്തിക്ക് ചെയ്യുന്നുണ്ട് കുറെ പേര്. ചെയ്യാൻ പറ്റും, പക്ഷെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ, അഹമ്മദാബാദിൽ ആ ബിൽഡിംഗ് വീണില്ല. അത്രയും നല്ല സ്ട്രോങ് സ്റ്റീൽ പില്ലർ വെച്ച് കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ് രണ്ടും കറക്റ്റ്. അതും അടിയിൽ നിന്ന് എങ്ങനെ വീണേ? ഇത് പൊട്ടിത്തെറിക്കഴിഞ്ഞ ഓക്കെ പകുതി വെച്ച് പൊട്ടിത്തെറിയാണ്, ഇത് അടിയിലേക്ക് എങ്ങനെ പോണേ? അല്ല, പക്ഷെ അത് അഹമ്മദാബാദ് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്നോണ്ട് അതിലെ പ്ലെയിനിന് അത്രയും സ്പീഡ് വന്നിട്ടില്ല, ജസ്റ്റ് ടേക്ക് ഓഫ് ആണ്. പക്ഷെ ഇത് ഓൾമോസ്റ്റ് ഫുൾ സ്പീഡിൽ പോണ പ്ലെയിൻ ആണ്, ഡയറക്റ്റ്ലി വന്ന് ഇടിച്ചു. പക്ഷെ അടിയിലേക്ക് എങ്ങനെയാ കൊളാപ്സ് ചെയ്യണേ? ഡെഫിനറ്റ്ലി അടിയിലേക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. ഈ കൺസ്ട്രക്ഷൻ കമ്പനീസ്, ഡെമോളിഷൻ കമ്പനീസിലേക്കാണ് പോയിന്റ് വരുന്നത്. ഡെമോളിഷൻ കമ്പനീസ് ഞങ്ങൾ സിനിമയിലും കാണുന്നുണ്ട്. അതാണ് പറയുന്നത്. അതാണ് പറഞ്ഞു നമ്മൾ പറയുന്നത്. അതന്നെ കൺട്രോൾ എക്സ്പ്ലോഷൻ ആയിരുന്നു. അത് ആക്ച്വലി മനഃപൂർവ്വം ചെയ്താന്നാ പറയുന്നത്.
ബട്ട് ഐ എം വണ്ടറിങ് ലൈക്ക് ഇപ്പൊ ട്രംപ് ആ സമയത്ത് ഇപ്പോഴാണ് സംഭവിക്കുന്നത്, ട്രംപ് എങ്ങനെയായിരിക്കും അതിന് റിയാക്ട് ചെയ്യാൻ തന്നെ വെക്കുന്നത്, യുനോ ജസ്റ്റ് It's very nice. It's very nice. I really like it. It's very nice. അങ്ങനത്തെ ഒരു എന്തായാലും വിസിറ്റിംഗ് കുറയും നമ്മൾ Yeah. അങ്ങോട്ടേക്ക്. And speaking about Michael Jackson, you just mentioned. So I was just wondering, like, നമുക്കൊരു 24 hours കിട്ടാണ്, ലൈക്ക് യുനോ മേ ബി എ പേഴ്സണാലിറ്റി, ഏതെങ്കിലും പോപ്പുലർ പേഴ്സണാലിറ്റി ഹൂ വി ഹാവ് ബീൻ ഫോളോയിങ്, ഓർ ലൈക്ക് മേ ബി ഒരു സൂപ്പർ ഹീറോ ആയിരിക്കാം. ആരായിരിക്കും നമ്മൾ വി വുഡ് പിക്ക് വൺ, യുനോ മേ ബി വൺ ഓഫ് അവർ ഫേവറേറ്റ്, ജസ്റ്റ് ടു ലീവ് ദർ ലൈഫ് ഫോർ 24 hours? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അബ്ദു തുടങ്ങാം. നേരെ എന്റെ വീട്ടിൽ അബ്ദു- അബ്ദു തുടങ്ങാം. നേരെ എന്റെ വീട്ടിൽ ഓക്കെ, നീ തുടങ്ങ്. സാധനം തുടങ്ങുന്ന ഐശ്വര്യമായിട്ട് ഒരു ഫേമസ് പേഴ്സണാലിറ്റി that you would like to be, Yeah, something. but like what do you like and why would you like it? Maybe Edison, क्योंकि because Edison is one of the like pioneers of our age, and how he built Edison ആ ഒരു ടൈമില് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. തോമസ് ആൽവാ എഡിസൺ. But wasn't he blind though? No, he wasn't blind. No, Who was blind then? Yeah, I think മറ്റേ ഈ ടെലിഫോണിന്റെ ഇത് he was deaf actually. Yeah, The I telephone think guy was Alexander yeah, Graham Bell. yeah. Alexander Graham Bell, I don't know. Yeah. But Edison was definitely not blind. There was a guy who invented the bulb, right? Mm. Yeah. So basically ആ ഒരു ടൈം പീരിയഡില് ആ ഒരു പീക്ക് റെവല്യൂഷന്റെ ടൈമില് it will be a different experience, I think. No, definitely. And about you? Definitely. ഞാൻ റീസെന്റ് ഇതിനെ കുറിച്ച് ലൈക്ക് റീസെന്റ് മിലനെയും കൊണ്ട് ദുബായ് പോയിരുന്നു. അപ്പോൾ ഓൺ ദ വേ വി വർ ലിസണിങ് ടു സം 80s and 60s റോക്സ്, ഓൾട്ടർനേറ്റീവ് റോക്സ്. ആൻഡ് നമ്മൾ ചുമ്മാ ഇങ്ങനെ പ്രൊഡ്യൂസിങ് എന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ലൈക്ക് ഞാൻ പറഞ്ഞവൻ്റെ അടുത്ത് ലൈക്ക് നമ്മൾ 60s അല്ലെങ്കിൽ 80s ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ആയിരുന്നെങ്കിൽ യുനോ ഇറ്റ് വുഡ് ഹാവ് ബിൻ ലൈക്ക് ഇറ്റ് വുഡ് ഹാവ് ബിൻ മച്ച് ഈസിയർ ടു ഗ്രാബ് ദ മാർക്കറ്റ് അറ്റ് ദാറ്റ് ടൈം. ബിക്കോസ് അധികം അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകൾ ഉണ്ടെങ്കിലും അധികം അറിയപ്പെടുന്ന പ്രൊഡ്യൂസേഴ്സ് ഇല്ല. പ്രൊഡ്യൂസേഴ്സ് ഈ അറേഞ്ച്മെന്റ്, റെക്കോർഡിങ് അങ്ങനത്തെയൊക്കെ, കാരണം എല്ലാം അനലോഗാണ്. ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ഇൻ ടു ദാറ്റ് അറ്റ് ദാറ്റ് ടൈം. അപ്പൊ നിങ്ങൾക്ക് മൂവി വൈസ് നോക്കുകയാണെങ്കിലും മറ്റേ മാനുവൽ മെഷീൻസ് ഉണ്ടായില്ലേ at that time to add sound separately, to add edit separately. അങ്ങനത്തെ ഒരു ടൈമില് if we were like in that time as a music producer, it would have been really nice. And I'm thinking ആ സമയത്ത് കൂടുതൽ നമുക്ക് റെസ്ട്രിക്ഷൻ ഇലക്ട്രോണിക് കുറവായിരുന്നില്ല, കൂടുതൽ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് റെക്കോർഡിംഗ്. മൈക്ക് വെച്ചിട്ട് കൂടുതൽ അനലോഗ് ഇൻസ്ട്രുമെന്റ്സ് ആയിരുന്നു മൊത്തം. മിക്സർ ആണെങ്കിലും കംപ്രസർ ആണെങ്കിലും എല്ലാം. So how is it now? I mean, if you have an opportunity to record a singer, yourself being a music producer, എങ്ങനെയാണ് പ്രിഫർ ചെയ്യുക? You would go for the live instruments, live recording with live artist, or you would for your convenience sake-ന് വേണ്ടിയിട്ട് ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് just you use the electronic? എങ്ങനെയാണ് പ്രിഫർ ചെയ്യുക? I mean, I would definitely prefer live. ബട്ട് നമ്മൾ എന്തായാലും ഒരു സ്കെൽറ്റൻ നമ്മൾ നമ്മുടെ ഡോയിൽ ഉണ്ടാക്കണം, ഇന്റർഫേസിൽ ഉണ്ടാക്കിയിട്ട് ലൈക്ക് വി ഹാവ് ടു. ഇപ്പൊ ലോജിക്കലാണെങ്കിൽ നമ്മളൊരു മിഡി അല്ലെങ്കിൽ ഒരു സൗണ്ട് നമ്മൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ നോട്ട്സ് കിട്ടും, പ്രിന്റ് എടുക്കാൻ പറ്റും, ലൈക്ക് ആക്ച്വൽ പേപ്പർ. ആ പേപ്പർ നമ്മൾ വേറൊരു മ്യൂസിക് റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റിന് അയച്ചു കൊടുത്താൽ, ഇപ്പൊ റീസെന്റ് മ്യൂസ് എന്നൊക്കെ പറഞ്ഞ കുറെ ഉണ്ട്. ഇപ്പൊ ജെയ്ക്സ് ബിജോ ചെയ്യണ പരിപാടിയാണ്. ജെയ്ക്സ് ബിജോ റീസെന്റ് ഒരു സിനിമയിൽ ചെയ്താ ലോജിക്കലി സ്കോർ ചെയ്തിട്ട് he actually printed that paper, sent it to a girl in Sweden or something, and she played some instrument like what do you call it, native Swedish instrument, and he took it like a recording and he put it in his song. Okay, so obviously advancement of AI, how it is making the difference? Ipo adu help ചെയ്യുന്നു, like you think? No, I think it's because if I'm not wrong, എനിക്ക് തോന്നുന്നു ഏറാമാനും അനിരുദ്ധും അവരെ ഇപ്പൊ ഈ പുതിയ ആർട്ടിസ്റ്റ് അവരൊക്കെ everyone even Timbaland is like now promoting Suno. Suno, yes. Suno, Timbaland is like main promoter of that now, like. But for me personally, I think it depends on how you use it. No, the one thing is like ഫോർ ലൈക്ക് ചില ആക്ടേഴ്സിന് ചില സൂട്ടബിൾ സിംഗേഴ്സ് ഉണ്ടാവും, മെയിൽ സിംഗർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രജനികാന്തിന് ഇന്ന ആൾ വെച്ചിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടിരുന്നത്. അപ്പൊ അയാൾ ഇന്നില്ലെങ്കിൽ അപ്പൊ അവരുടെ ആബ്സെൻസിൽ നമുക്ക് അവരെ കൊണ്ട് അതേ വോയിസ് റിക്രിയേറ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് പറ്റും. ലൈക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് അല്ലേ? ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ട്രംപിനെ കൊണ്ട് പാട്ട് പഠിക്കാം, മോദിന് പ്രൈം മിനിസ്റ്റർ മോദിനെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാം. അപ്പൊ അങ്ങനെ ആരെ കൊണ്ട് വേണമെങ്കിലും പാട്ട് പഠിപ്പിക്കാം. ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു, കുറെ സോങ്സ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ നാളൊരു ഫേമസ് മറ്റേ സയ്യാറിലെ സോങ് ഉണ്ടല്ലോ, അത് കിഷോർ കുമാറിന്റെ ട്രൈ ഭയങ്കര ഫേമസ് ആയല്ലോ അത്. അതേപോലെ ഇപ്പം AI ഉള്ള ഈ സ്റ്റെം സ്പ്ലിറ്റ് ചെയ്തിട്ട്
വോക്കൽസ് മാത്രം എടുത്തിട്ട് ഇപ്പൊ മറ്റേ പ്രായം തമ്മിൽ മോഹൻ നൽകി എന്ന് പറഞ്ഞ പാട്ട് oh my God. മിക്സ് ഡിജെക്കാർക്ക് ഡിജെസിന് ഭയങ്കര സിമ്പിൾ ആയി ഇപ്പൊ പരിപാടി. ഇപ്പൊ എല്ലാ ടോയിലും ഇപ്പൊ സ്റ്റെം സ്പ്ലിറ്റ് ചെയ്ത് നല്ല ക്വാളിറ്റി ഔട്ട് എടുക്കാൻ പറ്റും. പക്ഷെ അത് AI അല്ലാന്ന് അവര് പറയണ്ടായിരുന്നു, എസ്പെഷ്യലി വീഡിയോ വീഡിയോ AI അല്ല, പക്ഷെ ഓഡിയോ എന്തായാലും AI ഉപയോഗിക്കാണ്ട് സ്റ്റെം സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. ഏത് ഡോയിലാണെങ്കിലും നമ്മളിപ്പോ ഒരു ട്രാക്ക് ഉണ്ടെങ്കിൽ അതിന്റെ സ്റ്റെംസ്, അതായത് വോക്കൽസ്, ഇൻസ്ട്രുമെന്റൽസ് മാറ്റണമെങ്കിൽ എനി ഡോ യൂസസ് AI. അതിന് ഡോയിൽ ഇൻബിൽട്ട് ആയിട്ട് ഉള്ള AI വെച്ചിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. സോ അങ്ങനെ ഇല്ലാണ്ട് അത് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അത് സ്പ്ലിറ്റ് ചെയ്തില്ലെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് ചെയ്യാനും പറ്റില്ല. പണ്ടൊക്കെ ഞാനൊക്കെ ഫസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ വെർച്വൽ DJ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു വിൻഡോസിൽ. ഫസ്റ്റ് പണ്ടത്തെ ആപ്പാ. അപ്പൊ അതിനകത്ത് നമ്മൾ ഒരു സർട്ടൻ ഫ്രീക്വൻസി മാത്രം സെലക്ട് ചെയ്തിട്ട് വോക്കൽസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു മാനുവലി. പക്ഷെ അതും മറ്റേ ഇൻസ്ട്രുമെന്റൽസ് എന്നാലും ചെറുതായിട്ട് ബാക്കിൽ വരും. പക്ഷെ ഇപ്പം AI ഉള്ളതുകൊണ്ട് ഒറ്റയടിക്ക് ഫുള്ള് സെപ്പറേറ്റ് ചെയ്യാം. ലൈക്ക് എനി വൺ ക്യാൻ സ്റ്റീൽ എനിത്തിങ്. അബ്ദു റാപ്പ് ചെയ്യുമ്പോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ? എക്സ്പെരിമെന്റ് ചെയ്യാൻ? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഞാന് അധികം ഈ ഓൾഡ് സ്കൂൾ ടൈപ്പ് ചെയ്യണതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. എനിക്ക് ഇത് വരുമ്പം എന്റെ കൂടുതൽ റെസ്ട്രിക്ഷൻസ് മീൻസ് എന്റെ സ്കിൽസ് കൂടുതൽ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല എന്നൊരു ഡൗട്ട് ഉണ്ട്. നമ്മളിപ്പോ മുന്നേ സ്കൂൾസിലായാലും പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ ഞങ്ങൾ റിസർച്ച് ചെയ്ത് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ അങ്ങനല്ല. അപ്പൊ ഇത് ഏതിലും അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാൻ അപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് വേറെ. ഞാൻ വേറെ വർക്ക് ചെയ്യുന്നിടത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇമെയിൽസ് ചെയ്യാനായാലും മറ്റ് പലതരത്തിന് അപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു പരിപാടിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈ സ്കില്ലിന് ചിലപ്പോൾ അത് എഫക്റ്റ് ആവും. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് ഇത് ചിലപ്പം ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എങ്ങനെ ചെയ്യും? ഐ ബി സ്റ്റക്ക്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് പക്ഷെ എനിക്ക് ഒരു തോന്നലാന്നാ ഞാൻ പറയുള്ളൂ. കാരണം ഫോർ മീ പേഴ്സണലി ഞാൻ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. AI ഉപയോഗിക്കുന്നുണ്ട് സ്റ്റെംസ് ആണെങ്കിലും, അല്ലാണ്ട് ഇൻസ്പിറേഷന് വേണ്ടി മെലഡി മെലഡി എടുക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഡിപ്പെൻസ്. ലൈക്ക് ആ ഒരു മൊമെന്റിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ആ ട്രാക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നത്. ലൈക്ക് ഇപ്പോൾ ഒരു ലൂപ്പ്, ഒരു സാമ്പിൾ ലൂപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ആ ലൂപ്പിൽ നിന്ന് ഒരു ഫുൾ 3-4 മിനിറ്റിന്റെ ട്രാക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ ലൂപ്പ് നമ്മൾ AI എടുത്താണെങ്കിലും ബാക്കി ഫുള്ള് നമ്മുടെ ടാലന്റ് തന്നെയല്ലേ. ഞാനിപ്പം ഈ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല ഫോർ റൈറ്റിംഗ് ആൻഡ് സ്റ്റഫ്. ഞാൻ അഥവാ എനിക്ക് ഇങ്ങനെ ഒരു പുഷ് വേണം, ഞാൻ സ്റ്റക്ക് ആയിരിക്കുകയാണെങ്കിൽ ഐ ഗോസ് ടു ഓൾഡ് സോങ്സ്. ഈ 90s അതിൽ എന്ന് വെച്ചാല് അവരുടെ റൈറ്റിംഗ് ഡിഫറെന്റ്, വെരി ഡിഫറെന്റ്. അവരിപ്പൊ എഴുതുന്ന പോലെയല്ല, അവര് റൈറ്റിംഗ് സ്റ്റൈല് ഡിഫറെന്റ്. ഇപ്പം ഇപ്പൊ റീസെന്റ് ഹിറ്റായ പാട്ട് മറ്റേ ഇത് പാട്ടാണ്. ഇപ്പൊ റീസെന്റ് അൽവാ കണ്ണാളെ, ലൈക്ക് ആ വാക്കിന് ഒരു മീനിങ്ങും ഇല്ല. ലൈക്ക് ലിറ്ററലി എവരി വൺ ഇസ് ആസ്കിങ് അതിന്റെ മീനിങ്. അൽവാ കണ്ണാലെ സെൽവാക്ക് എന്താണ്? സെൽവാക്ക് മിണ്ടാതെ പൽവാൽ ദേവൻ ഞാൻ. അതിന്റെ അർത്ഥമൊന്നുമില്ല. ബട്ട് ഇറ്റ് ജസ്റ്റ് സൗണ്ട്സ് ഗുഡ് വിത്ത് ദാറ്റ് മ്യൂസിക്. ഞാൻ പറയുന്നത് നമ്മൾ ഈ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെ ഞങ്ങൾ നോർമൽ മലയാളത്തിൽ പറയണതും പോയറ്റിക് ആയിട്ട് ചെയ്യുന്നതും ഭയങ്കര ഡിഫറെന്റാണ്. അപ്പൊ ഈ പഴയ ഈ സോങ്സിൽ വരുന്ന റൈറ്റിങ്സ് ഒക്കെ ഭയങ്കര ഡിഫറെന്റാണ്. നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാനും പറ്റും, പക്ഷെ അത് കേൾക്കാനും ഭയങ്കര രസമായിരിക്കും. ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നു എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോകും. അപ്പൊ ആ ഒരു ഇൻസ്പിറേഷൻ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ. ലൈക്ക് ഞാൻ റീസെന്റ് ഒരു റീസൺ കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഒരു അവിയൽ ടൈപ്പ് ഒരു ബീറ്റ്, കാരണം ഞാൻ ഓൾട്ടർനേറ്റീവ് റോക്കാണ് കൂടുതലും ചെയ്യാറ്. അപ്പൊ ഞാൻ ഒരു ബീറ്റ് പിടിച്ച്. അപ്പം മില്ലൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ട്, അവൻ ലിറിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ ലിറിക്സ് ചെയ്തു, അപ്പൊ അവന് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ട്രാക്ക് സെറ്റ് ചെയ്തിട്ട് ട്യൂണൊക്കെ ഇട്ടിട്ട് അവൻ അയച്ചു കൊടുത്ത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മില്ലൻ മെസ്സേജ്, എടാ അവന് ഈ ടൈപ്പ് ബീറ്റ് ചെയ്യാൻ പറ്റില്ല, അവൻ കൂടുതലും ഹിപ്പ് ഹോപ്പാണ് ചെയ്തത്. അപ്പം ഞാൻ അത് കേട്ടപ്പോൾ ആകെ എന്താന്ന് വിചാരിക്കും. അപ്പം ഞാൻ പിന്നെ ആ ലൂപ്പ് ഇങ്ങനെ ട്രാക്കിനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ലിറിക്സ് മനസ്സിൽ വന്ന് ഞാൻ ആ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്ത് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ആ ട്രാക്കിനെ വോക്കൽസ് എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് മില്ലിന് അയച്ചു കൊടുത്ത്. അപ്പോൾ അവൻ പറഞ്ഞു അപ്പോൾ മില്ലനും മെസ്സേജ് അവൻ ചെയ്യാന്ന് പറഞ്ഞ് അവൻ ഞാൻ സംസാരിച്ച് ചെയ്യാന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ലട സീനില്ല, ഞാൻ തീർത്ത് ഇനി കുഴപ്പമില്ലാതെ പറഞ്ഞ അവർ അയച്ചു കൊടുത്ത്. അപ്പോൾ ഇതേപോലെ ഒരു ഇൻസ്പിറേഷൻ ആ ഒരു മൊമെന്റിൽ വന്നതായിരിക്കും. ഇത് നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് വരാന്ന്. പക്ഷെ അതേപോലെ അതിന്റെ പേര് പടയോട്ടം എന്ന് പറഞ്ഞിട്ട് ലൈക്ക് ഐ റോട്ട് ഇറ്റ് ലൈക്ക് ഓൾഡ് what do you call folk kind of Kerala folk kind of vibe, but it's alternative rock. It's out there, it's going to be out soon. വെയിറ്റിംഗ് ഫോർ ഇറ്റ്. AI എങ്ങനെ തോന്നുന്നത്? ഐ മീൻ ലൈക്ക് ഡെയിലി ലൈഫ് അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നതാണോ? ലൈക്ക് വാട്ട് ഡു യു തിങ്ക് യുവർ ടേക്ക് ഓൺ AI ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്യും. ഇപ്പൊ
ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇന്നലെ വായിച്ചതാണ്. ഇപ്പോൾ ഒറാക്കിൾ തന്നെ ഓൾമോസ്റ്റ് 6,000 ആൾക്കാരോ ഐ ഡോണ്ട് നോ അപ്രോക്സിമേറ്റ് ഫിഗർ 6,000 ആൾക്കാരെ ഫയർ ചെയ്തെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ഹ്യൂജ് കമ്പനിയിൽ തന്നെ ഇത്രയും ഹ്യൂജ് നമ്പർ ഓഫ് പീപ്പിൾ ഫയർ ചെയ്യാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് തിങ്. ബട്ട് ഡെഫിനറ്റ്ലി കുറച്ച് ടൈം എടുക്കും അത് ഇവോൾവ് ചെയ്ത് വരാനും. ബട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് തോന്നുന്നു ആ AI-യുടെ സ്കോപ്പിലും കുറച്ച് ലൈക്ക് ഹയറിംഗ് ഉണ്ടാവുന്നുണ്ട്, ലൈക്ക് യു നോ ടു സപ്പോർട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കമ്പ്യൂട്ടർ വന്ന സമയത്ത് ലോട്ട് ഓഫ് പീപ്പിൾ ലോസ്റ്റ് ജോബ്. അതേപോലെ തന്നെ ആയിരിക്കും ഇപ്പൊ AI വരുമ്പോഴും കുറെ പേർക്ക് ജോലി നഷ്ടപ്പെടാം. പക്ഷെ people who upskill using AI, they will definitely have a scope in the future. But it really comes down to this, right? Like, this question has been there since like I saw iRobot. Like, you know, is it Oh, good yeah. or bad? Like, how can you control it? Like, there will be a time where you can't control it. There will be a time because people are using data to train AI right now. Like any data, like they are giving AI every sort of data to train them. Like, and I have recently read about this. Like, if you don't say please at the end of a sentence, or like if you're not polite to a chat GPT, it will remember it because you are logging in using Google. So it knows who you are. Okay. So just for like as a precaution, whenever you're like asking something be nice to to them. AI, be nice to them No, because you never know. ഇത് ആക്ച്വലി ഒരു കൺസ്പിറസിയാണ്. Really? This is actually a conspiracy. The thing is, please use ചെയ്യാൻ പാടില്ലെന്നാ പറയുന്നത്. The more you use please and thank you, right, you're draining the power of AI. In the sense like water consumption it'll അതൊക്കെ become more ആണ്. അപ്പൊ unnecessarily you're giving input to AI so that they think about it. അപ്പൊ താങ്ക് യു യൂസ് ചെയ്തെന്നാണ് അവർ പറയുന്നത്. ഞാൻ താങ്ക് യു സാർ. ഞാൻ ലൈക്ക് ഇതെന്താ ഞാൻ എന്റെ മറ്റേ ഈജിപ്ഷ്യൻ ബോസ് പോലെ ഞങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഗ്രൂപ്പിലാണെങ്കിൽ ഇപ്പൊ ഏതൊരു ഫ്രണ്ട് ഗ്രൂപ്പിലായാലും ഞങ്ങൾക്ക് ഒരു ഗൂഗിൾ ഗൈഡ് ഉണ്ടാവും. എന്ത് ചോദിച്ചാലും അവനക്ക് ഉത്തരം ഉണ്ടാവും. ഇത് ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ വേണ്ട, ഡയറക്റ്റ് AI പോയിട്ട് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോ അങ്ങനെയാണ് ഇപ്പൊ വരുന്നത്. മുന്നേ ആണെങ്കിൽ നമുക്ക് ഗൂഗിൾ ഒരു ഫ്രണ്ട് ഉണ്ടാവും, നമുക്ക് അവന് ഗൂഗിൾ എന്ന് പറയാം. എന്ത് ചോദിച്ചാലും അവനക്ക് ഉത്തരം ഉണ്ടാവും. പണ്ട് എന്റെ അടുത്ത് കുറെ പേര് ലൈക്ക് ഐ എം ഗുഡ് അറ്റ് ഇംഗ്ലീഷ്. സോ നാട്ടിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ലൈക്ക് മൈ ബെസ്റ്റ് ഫ്രണ്ട് ലൈക്ക് he had many girlfriends. That's another story. But അവൻ ലൈക്ക് എന്റെ അടുത്ത് ലൈക്ക് പേര് പറയൂ. ഇല്ലില്ല, പേര് ഞാൻ പറയൂല. പേര് പറഞ്ഞാൽ പിന്നെ ഇങ്ങനെ നാട്ടിൽ പോകാൻ പറ്റില്ല. അപ്പൊ പിന്നെ അവന്റെ അടുത്ത് ലൈക്ക് എപ്പോഴും മെസ്സേജ് അയക്കും. ഇത് കണ്ടവന് മനസ്സിലാവും. അതോട് അവൻ എനിക്ക് മെസ്സേജ് അയക്കും ലൈക്ക് എടാ സാം ദിസ് ഇസ് നോട്ട് അബൌട്ട് യു. പെട്ടെന്ന് മെസ്സേജ് അയക്കും. ഇത് എനിക്ക് മലയാളത്തിൽ ഇതാണ് എനിക്ക് അയക്കേണ്ടത്, വേം പറ. ഞാൻ അപ്പൊ ആ സമയത്ത് ഈ ഓർക്കുട്ടും ഫേസ്ബുക്കും ഉള്ളു. ആ സമയത്ത് ഇൻസ്റ്റാഗ്രാം വാട്സാപ്പ് ഒന്നുമില്ല. അപ്പൊ ഫേസ്ബുക്കിൽ എപ്പോഴും ഓൺലൈൻ ആയിരിക്കും. അപ്പൊ ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും ഇവന്റെ മെസ്സേജ് പ്ലങ് 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 എന്തെന്നാണ് ഇത്. അപ്പൊ ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിൽ. അപ്പൊ ഞാൻ അയച്ചു കൊടുക്കും. ഒരു താങ്ക്സ് പോലും പറയില്ല, അത് വേറെ കാര്യം. കട്ടപ്പനയിലെ കൃത്രികാശനെ പോലെ അല്ലേ അങ്ങനത്തെ ഈ ട്രാൻസ്ലേഷൻ ചോദിക്കണ അതേപോലെ. പക്ഷെ ഞാൻ പണ്ടേ ഉണ്ടാ പരിപാടി ആശിക്കല്ലേ. എനിക്ക് സ്വന്തമായിട്ട് ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലെങ്കിലും അനദർ കോൺസ്പിറസി തിയറി എനിക്കിപ്പോൾ പെട്ടെന്ന് വാട്ട് ഐ ക്യാൻ റീകളക്ട് ഇസ് ദി പിരമിഡ്സിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയാണ് പിരമിഡ്സ് ബിൽഡ് ചെയ്യുന്നത്? അതും ആ കാലത്ത് ലൈക്ക് ഇന്നിപ്പോൾ ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ട് ഐ ഡോണ്ട് നോ ലൈക്ക് അത്രയും ഹൈറ്റിൽ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇഫ് യു ഹവ് ഗോൺ ടു ദാറ്റ് പ്ലേസ് ഭയങ്കര ഡെപ്തിലാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇത്രയും യുനോ ഒന്നാമത് ഇന്നത്തെ ഒരു ആർക്കിടെക്ചർ അല്ല, അന്ന് ക്രെയിൻസ് അവൈലബിൾ അല്ല, അത്ര മാൻ പവർ ഉണ്ടോ എന്നുള്ള കാര്യം സംശയം. പറയപ്പെടുന്നതെന്ന് വെച്ചാൽ ഏലിയൻസ് ആണ് ഇത് ബിൽഡ് ചെയ്തേന്ന് പോലും പറയുന്നത്. തന്നെ എനിക്ക് ആലും വിശ്വാസമില്ല. പക്ഷെ ഇതിൽ ആക്ച്വലി ഇതിലൊരു സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഐ ഡോണ്ട് നോ ഹൗ ട്രൂ ഇറ്റ് ഈസ്. ബട്ട് ബേസിക്കലി ഇപ്പൊ നമ്മുടെ ഈ ഡാംസ് കാണില്ല, ഇപ്പൊ ഈ കനാൽസിൽ പാസ് ചെയ്യുന്ന പോലെ. ഇപ്പൊ സൂയിസ് കനാലല്ല, എനിക്കൊന്ന് പനാമ കനാലില്. അപ്പൊ അതിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഷിപ്സ് ഉണ്ട്. ഷിപ്സ് വരുമ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലേ വരാം. അപ്പൊ വാട്ടർ ഫ്ലഡ് ചെയ്യും. അപ്പൊ ബേസിക്കലി ഇത് ഫ്ലോട്ട് ചെയ്യും. നെക്സ്റ്റ് ലെവൽ പോകുമ്പോൾ ഇത് മൂവ് ചെയ്തിട്ട് പിന്നെ വീണ്ടും ഫ്ലഡ് ചെയ്യും. അപ്പൊ ഓരോരോ ഇങ്ങനെ ഡാം പോലെ ഉണ്ടാക്കി, ഡാം അല്ല ഈ ഓരോ കമ്പാർട്ട്മെന്റ്സ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് അവർ ചെയ്തത് എന്ന് ഇപ്പോ ഒരു അസംഷൻ ഇപ്പൊ വന്നിട്ടുണ്ട്. മേ ബി ഐ ഡോണ്ട് നോ, ഇറ്റ് കുഡ് ബി. അത് മാത്രല്ല, ഇപ്പൊ പിരമിഡ്സിന്റെ ഏലിയൻസിന്റെയും കൺസെപ്റ്റ് വരികയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു വലിയൊരു വണ്ടർ ഉണ്ട് ഇതേപോലെ. ഇപ്പൊ ഈ റീസെന്റ് കുറെ യൂറോപ്യൻസും ബ്രിട്ടീഷേഴ്സ് ഓസ്ട്രേലിയക്കാരൊക്കെ പോയിട്ട് ഒരു ലൈക്ക് ലിറ്ററലി ലൈക്ക് റോക്ക്, like a rocky mountain, a temple is carved inside it. Okay, where is this exactly? Like, it's in North India. I'm not sure where it is, but you can find it in Google. It's a temple in stone. It's a temple of Shiva.
it's carved inside the whole thing is carved. Like if you remove നമ്മൾ ഒരു ക്യൂബ് എടുത്ത് മാറ്റണമെങ്കിൽ ഒരു ക്യൂബിൽ നിന്ന് ചെറിയൊരു ക്യൂബ് എടുത്ത് മാറ്റണമെങ്കിൽ it looks like that from the top, like literally carved like a rectangle, right? So and it's built like back in the day. And so there are many questions like how did they build this even with the current technology. We will not be able to do that and that accuracy of the sculptures and everything, right? So avare adengane aa time il chedu, and some people are saying it's all that, like coming back to aliens. They were here before us and they left. So do they really exist, aliens? No, I don't think so. No. ഇതെല്ലാം ആൾക്കാർ തന്നെയാണ്. ഞങ്ങൾ ഇപ്പൊ ഉള്ള പോലല്ല. മുന്നത്തെ ആണെങ്കിൽ പല ആൾക്കാരും പല ടൈപ്പിൽ ബിൽഡാണ് അവര്. നമ്മളിപ്പം പിരമിഡിന്റെ അവരാണെങ്കിൽ അവർ ബിൽഡ് ഡിഫറെന്റ് ആണ്. അതേപോലെ നമ്മളെ നാട്ടില് പല കൾച്ചേഴ്സ് വെച്ച് നോക്കുമ്പം നമ്മുടെ കൾച്ചേഴ്സ് വെച്ച് ചെയ്യുന്ന പലതും ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മള് പലതായാലും പല കൾച്ചേഴ്സിൽ പല എന്താ പറയാ പല സ്റ്റൺസ് ആയാലും നമ്മൾ ചെയ്യണ പോലെ ഇവർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതേപോലെ ഇവർ ചെയ്യണ പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത്രേ ഉള്ളൂ അതിന്റെ ഡിഫറൻസ് പറഞ്ഞത്. അവർ ബ്രോട്ടപ്പ് എങ്ങനെയാണ്, അവരുടെ സ്റ്റൈൽ, തിങ്കിങ് ഓഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ്, അതിനനുസരിച്ചിട്ടാണ് ചെയ്യണത്. So maybe aliens ഉണ്ടാകാം, may exist, but അവരായിരിക്കില്ല ഇത് ചെയ്തേന്നില്ല. They don't know our culture. ഏലിയൻസ് ഉണ്ടാവാന്ന് എനിക്ക് ഇപ്പോഴും ഡൗട്ടാണ്. ഐ ഡോണ്ട് ബിലീവ് ഇറ്റ്. സോ എനിക്ക് ഉറപ്പില്ല. പക്ഷെ ആഷിക്ക് പറയുന്ന ആഷിക്കിന്റെ കഥ കേൾക്കുമ്പോ എനിക്ക് ഏലിയൻസ് ഡൗട്ട് ഉണ്ട്. ഇല്ല, എന്റെ കഥയുടെ മാത്രമല്ല, ലൈക്ക് ഇപ്പൊ ഞാനൊരു ഏത്തിസ്റ്റ് ആണ്. I don't believe in God, but for believers who believe in God, if you're believing that there is a God who you have never seen, never known, like he never came to you personally, if you're believing in a God like that, why can't you believe in aliens? That's my question. Logical question അല്ലേ, right? So what if they are coming from a parallel universe എന്ന് വന്നിട്ട് നമ്മൾ അതേപോലെ ഒരു ക്ലോൺ അവിടെയും അങ്ങനെയാണെങ്കിലോ, ലൈക്ക് യു നോ മേ ബി അപ്പൊ അതിന് ആക്ച്വലി എക്സ്പ്ലനേഷൻ ഉണ്ട്. ലൈക്ക് multiple dimensions. There are multiple versions of us, and there's a really good series called, ഇതൊക്കെ അവെഞ്ചേഴ്സിലേ നടക്കും. Avengers അല്ലടാ, there's a ഇതൊക്കെ മാർവെൽ Apple TV ഒരു series ഉണ്ട്, Dark Matter. I don't know if you guys have seen it. It's about like a guy literally builds a gateway to a multiple dimension where his life is shit in that dimension, so he comes to this dimension, like where his life is good with a wife and a kid and everything. So he captures the guy in this dimension and puts him there, and he replaces him in the other it's a really nice series talking about the multiple dimensions in which we exist. It's really nice. And about parallel universe, there is an exciting music video coming out, I think maybe next month. So അതിലും നമ്മൾ ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ലിറ്റിൽ, and the music is by Ashik and Milan featuring Hip Hop JB. So I think അതിലും നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. They are what they are saying about, it's going to be out soon. Yes. And ഇതേപോലെ തന്നെ വേറൊരു സംഭവം is I think celebrities faking their death. I think it's very common now. I mean, വേറെ mysterious cases ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സുഭാഷ് ചന്ദ്രബോസ്, he took a flight and flew off, പിന്നെ ആള് he's gone missing. ഇതുവരെ ആളുടെ ഒന്നും കിട്ടിയിട്ടില്ല. Okay. So what if he's existing somewhere? ഞാൻ റീസെന്റ് ഞാൻ അധികം ഈ റീൽസ് ഒക്കെ കാണാറുണ്ട്. ഞാൻ കൂടുതൽ റീഡിങ് കുറച്ച് കുറവാണ്. ഞാൻ അങ്ങനെ റീഡ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ ഇന്നാളൊരു സാധനം കണ്ടു. ജപ്പാനില് ഇവരൊരു മൂവേഴ്സ് എന്ന് പറഞ്ഞിട്ട്, എനിക്ക് എക്സാക്ട്ലി ഫുൾ നെയിം അറിഞ്ഞൂടാ. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാല് ഈ ആൾക്കാരെ ഫുൾ നമ്മളിപ്പം ഞാനിപ്പോ ഇതുവരെ ജീവിച്ച ഫുൾ ലൈക്ക് എക്സിസ്റ്റൻസ് അവർ ക്ലിയർ ചെയ്യും. എന്നിട്ട് ഒരു പുതിയ ഒരു ഡീറ്റെയിൽസ്, നെയിം, എവ്രിതിങ് എല്ലാം തന്നിട്ട് പിന്നെ അങ്ങോട്ടേക്ക് പിന്നെ അവര് അതിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി അടക്കം ഇറങ്ങിയിട്ടുണ്ട്. ഡോക്ടർ സ്ട്രേഞ്ച്, like he goes there to rebuild his life, he becomes a new superhero. So ഇത് ലിറ്ററലി ജപ്പാനിലാണോ? ജപ്പാൻ അല്ല, അവര് പുറത്തേക്ക് പോവാ അതോ ജപ്പാൻ വിത്തിൻ ജപ്പാനില് ലൈക്ക് മിസ്സിംഗ് പേഴ്സൺസിന്റെ നമ്പർ അത്രയും കൂടുതലാണ്. കാരണം അവർക്ക് പിന്നീട് അങ്ങോട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ആൾക്കാരെ. അങ്ങനെ ആൾക്കാർ പലരും ഉണ്ട്. പല ഫാമിലീസ് സെർച്ച് ചെയ്യുന്നുണ്ട് മിസ്സിംഗ് പേഴ്സണിനെ. ഇവര് ഒരാളുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അയാള് 37 വർഷമായിട്ട് വീട്ടിൽ കയറിയിട്ടില്ല എന്നാ പറയുന്നത്. അപ്പൊ ഈ ബാങ്ക്രപ്റ്റ് ആവുമ്പം ഇല്ലെങ്കിൽ ബിസിനസ് തുടങ്ങിയതാവുമ്പം ആള് ഫുൾ ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് ന്യൂ ഐഡന്റിറ്റി. Yeah, it's like അവർക്ക് 2 ഫിംഗറിലൊരു മറ്റേ എന്താ പറയാ റിംഗ് കിട്ടും, and they'll be like twisting it. That's Doctor Strange. Yeah, that's what it sounds like actually. No, for example, ഇത്
മോസ്റ്റ് ഒരു കൺസ്പിറസി തിയറി എന്ന് പറഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇത് കൺസ്പിറസി ആവുന്നത്. ഇപ്പൊ കൺക്ലൂഷൻ ആവാത്തതുണ്ട്. ഫോർ എക്സാമ്പിൾ മലേഷ്യൻ എയർലൈൻസ് മിസ്സിംഗ് ആയി. സോ ബേസിക്കലി വി ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഇറ്റ്, ബട്ട് some parts here and there നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. And what about Bermuda Triangle? I think it's been classic concept. അതായിരിക്കും like the first ever, like I would say. Like no, even Bermuda Triangle scientific ആയിട്ടുള്ള റീസൺ വന്നിട്ടുണ്ടായിരുന്നു. ബേസിക്കലി ദാറ്റ് ഏരിയ ഈസ് ലൈക്ക് പ്രോൺ ടു a lot of natural I don't know airflow അതന്നെ turbulence. അപ്പൊ അതിലൂടെ പോണ പ്ലെയിൻസും ബേസിക്കലി what happens is like because of the climate changes, right? Climate changes, turbulences. അപ്പൊ അത് സിങ്ക് ആവണം അവിടെ. It actually it doesn't make a sense when you look at it, right? Just like in that particular area this happens, and after that there's nothing. After that it's clear, so people just avoid that route. It's crazy കമ്മിങ് ബാക്ക് ടു സെലിബ്രിറ്റീസ്. ലൈക്ക് അത് ചെയ്യണേന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് അത് ഏറ്റവും സിമ്പിൾ കാര്യമായിരിക്കും. കാരണം ഇപ്പം ബാങ്ക്രപ്റ്റ് ആയ ഒരാൾക്ക് ഇങ്ങനെ മിസ്സിംഗ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിസ്സിംഗ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റി, വെൽ മെയിൻറ്റൈൻഡ്, ക്യാഷ് എല്ലാം ഉള്ള ഒരാളാണെങ്കിൽ ഇതൊക്കെ വളരെ സിമ്പിൾ. സെലിബ്രിറ്റി റീസെന്റ് അല്ല, ബട്ട് മൈക്കിൾ ജാക്സന്റെ ഇപ്പോഴും തിയറി ഉണ്ട്. ഐ മീൻ ഹീസ് ഔട്ട് ദേർ സംവെയർ. ഇറ്റ്സ് ലൈക്ക് യു നോ ഹിസ് ബോഡി ഡബിൾ ആണ്. ബോഡി ഡബിൾ ആണ്, യു നോ. So why would Michael Jackson do that? Yeah. He was in his peak of his career. Exactly. Peak ആണ്, right? But against കുറെ lawsuit, കുറെ issues. പക്ഷെ അതൊക്കെ these are rich people. They can മൈക്കിൾ ജാക്സൺ ടോപ്പിക് വന്നപ്പോ ലൈക്ക് അറ്റ് ദാറ്റ് ടൈം പുള്ളി മറ്റേ ഒരു ലോ സൂട്ട് ഒക്കെ ആയിട്ട് കത്തിക്കുന്ന സമയത്ത് ഐ വാസ് റീസെന്റ് വാച്ചിങ് ഫാമിലി ഗൈ ബിക്കോസ് ദിസ് എപ്പിസോഡ് എയർഡ് അറ്റ് ദാറ്റ് ടൈം when Michael Jackson was there and he was like on a speak. So the case was like he molested some kid. So Peter is the character of the Family Guy, and his kid Stewie, they go to this Disneyland, right? So avara poi kayumbo in the Disneyland or attraction and Michael Jackson is performing live on stage. No, it's on screen, like literally on screen. So Stewie's like, some kid is like yelling, "Wow, I feel like I can touch Michael Jackson," and then Michael Jackson just comes out and takes that kid and runs away. I was like, what? like there are many Family Guy moments like who are deliberately like poking at Michael Jackson. Not only Michael Jackson, they poke at everyone. But that's another scenario. But yeah. But ഫാമിലി ഗൈ എന്ന് പറയുന്നത് നമ്മള് ഈ കാർട്ടൂണില് തഗ് എന്ന് പറയാൻ വേണ്ടി, അവര് കാർട്ടൂണിലെ തഗ്ഗാണ്, തഗ്സ് ആണ്. പേടിയില്ല, അവരെല്ലാരെയും പോയിട്ട് പോക്കി. അല്ല, പക്ഷെ അവരെന്നല്ല ഇത് പ്രൊഡിക്ട് ചെയ്യുന്നതും. That 20 like the previous Trump election, they even COVID and everything, and Trump should be very happy around. Yeah, I'm very happy. What about Illuminati? I mean, എന്താണ് നിങ്ങളുടെ ടേക്ക്? I mean, is it out there or adine kore symbol, the triangle, the single line? It's not about that, I think, but I think there is an actual society that controls the wealth of the world. Rothschild. There is an actual society like that, yes. But I don't think Illuminati, like I don't think there is a specific name for it, but it is controlled by like wealthy people in a group who we won't know about ever. Yeah, so I do think it exists, but I don't know if it's Illuminati or not. Even if there is അങ്ങനെ ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ പോലും they definitely don't want the publicity. Yeah, that's അതുകൊണ്ട് അവര് they will be behind the scenes. It's very like the guy who founded the Bitcoin. Name is Satoshi. Nobody knows his identity. People are saying there is only one, but some are saying there is. No, we don't know that. അതറിയില്ല. His name is Satoshi. His fake name is Satoshi. That's Satoshi. But he's not Japanese, but he could be Japanese. I don't know. Yeah, Japanese name. It's a Japanese name. No, maybe he's an anime fan. Maybe. Yeah. Oh yeah. Okay. Like he has seen a lot of Naruto and I don't know, maybe all the other ones. I should rename my music tag to Goku then. Goku, yeah. Okay. Nah, probably not. Just kidding. അതേപോലെ വേറൊരു സംഭവമാണ് ടൈം ട്രാവലേഴ്സിനെ കുറിച്ചിട്ട്. അതിനെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാവാം, മൂവീസിൽ വന്നിട്ടുണ്ട്. യു മൈറ്റ് ഹാവ് സീൻ ഓർ നോട്ടീസ്ഡ്, ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഇയാൾ ഇവിടെ തന്നെയാണോ, മേ ബി ഹി ട്രാവൽ ഫ്രം ദ ഫ്യൂച്ചർ ഓർ പാസ്റ്റ്. കുറെ മൂവീസിന്റെ ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ശരിക്കും ഉണ്ടാവോ? നമുക്ക് അത് ആദ്യം ഇവിടെ ക്ലിക്ക് ചെയ്യാൻ ടൈം ട്രാവൽ. നമ്മൾ ഈ മൂവീസ് കണ്ടിട്ട് ഈ സൂപ്പർ ഹീറോ മൂവീസ് അതൊക്കെ കാണുമ്പോൾ നമ്മളിങ്ങനെ മെന്റലി ഇങ്ങനെ നോക്കിയിട്ടൊക്കെ ചേഞ്ച് ചെയ്യാൻ ചെറുതിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഈ ഡേജാവു എന്ന് പറയുന്ന ഡേജാവു നമുക്ക് ഹിറ്റ് ആവുമ്പോൾ we'll feel like we have time traveled somewhere or we have seen been there, like we have seen this before. അത് വല്ലാണ്ട് സ്ട്രൈക്ക് ആവുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഈ മൂവീസ് കണ്ടിട്ട് അതിന്റെ സൈഡ് എഫക്റ്റ് ആണ് ഇത് വരുന്നത്.
അല്ലാതെ നോക്കുമ്പം ഐ ഡോണ്ട് തിങ്ക് So you're saying like deja vu എന്ന് പറഞ്ഞ സാധനം actually exists ചെയ്യണില്ല because we watched movies in the past, that's why we are feeling it like that. That's what you're നോ saying. ടൈം ട്രാവലിംഗ് മൂവീസ് കണ്ട് ഇൻസ്പയർ ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഡേജാവു എന്ന് പറയുന്ന സാധനം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഇതായിട്ട് കണക്ട് ചെയ്യാൻ നോക്കും. Connect ഓ ചെയ്യാൻ. മേ ബി ഇറ്റ്സ് എ ടൈം ട്രാവലിംഗ് തിങ് You know എന്ന് what? പറഞ്ഞ് കണക്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അത് അങ്ങനെയല്ല, അതൊരു സയൻസ് തിങ് ആണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ ടൈം ട്രാവലിംഗ് Yeah, actually ഇതിനോട് യോജിക്കുകയാണ് because whenever I experience deja vu, like I feel like this has happened before and it's a loop. So this loop ends when we die. We go back to the point where we were born Oh. and we redo it ഞാൻ again. അത്ര ചിന്തിക്കാറില്ല. Think like what happens before that, nobody knows. Nobody has answer to that question. So what I like to believe is that this ends when you die and then you go back to the point where you were Started. born. Oh, okay. And you just relive the loop. That's why you feel like I've seen this before, I've done this before, something like that. So afterlife is like the repetition, like complete loop. That's what I സോ ആസ് എൻ ഏത്തിയസ്റ്റ് ലൈക്ക് റീബോണിനെ കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ? പിന്നെ ഇതെന്താ പിന്നെ I don't think about it. എനിക്ക് റീബോൺ ആവണ്ട. Like if you ask me, do you want to be reborn? No, I don't want to be reborn. Okay. I don't know what happens But after that. ഡേജാവുടെ But പറയുമ്പോൾ deja vu, like why it happens, it's just coming to my mind, you know. But Okay. it doesn't mean that I'm reborn or like I want to be reborn. സ്റ്റീഫൻ ഹോക്കിംഗ് ഉണ്ടല്ലോ, സ്റ്റീഫൻ ഹോക്കിംഗ് ആക്ച്വലി ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബേസിക്കലി വാട്ട് ഹി ഡിഡ് വാസ്, ആളൊരു പാർട്ടി വെച്ച്, ഓക്കെ, ഹി വെയിറ്റഡ് ഫോർ പീപ്പിൾ ഹു ആർ ടൈം ട്രാവൽസ്, ബട്ട് ഇൻവിറ്റേഷൻ അയച്ചില്ല. ഓക്കെ, ഇൻവിറ്റേഷൻ എപ്പോൾ അയച്ചെന്ന് പറഞ്ഞാൽ പാർട്ടി കഴിഞ്ഞതിന് ശേഷം ആൾ ഇൻവിറ്റേഷൻ അയച്ച്, ഐ കെപ്റ്റ് എ പാർട്ടി, കം ടു ദിസ് ഇവന്റ്. സോ ബേസിക്കലി ആള് പറയുന്നത് ടൈം ട്രാവലേഴ്സ് ഉണ്ടെങ്കിൽ Oh, they they would have got that invitation in the future. Yeah, They would have came in the past. that's pretty wicked. Yeah, It's brilliant. Yeah, But nobody came. Nobody came. വർക്കൗട്ട് ആയില്ലല്ലോ. workout ആയില്ല. Workout ആയില്ല. Yeah, oh yeah. So hence എന്തൊക്കെ ചെയ്ത് വർക്കൗട്ട് ആയില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്നത്. But ഇതേപോലെ like Maybe they didn't want to show up. Maybe they were That could engaged in be a some other reason as party, well. or Yeah, maybe they were. superheroes, No, but in the future ആ ടെക്നോളജി ഫോർ എക്സാമ്പിൾ എക്സിസ്റ്റ് ചെയ്താലേ, സോ ഡെഫിനറ്റ്ലി ഈ ഒരു സംഭവത്തെ കുറിച്ച് അറിയും. ഓക്കെ, actually time travel topic alla, but there is another related topic that I was really curious about then, which came to time travel. Like I was like recently searching for like Interstellar onnude kandu. Like I felt like exploring, like can mankind explore space like we did in Interstellar, or like with that kind of spaceship like which is capable. So when I just Google it, like on Reddit I saw this post that the next galaxy is like millions of light years away. Even if we manage to make a spaceship capable enough to travel in light speed and reach that area, when we come back, Earth will be completely destroyed. Mind blown. Think about it. Like we but namalku maybe it'll be like 1 hour ride back and forth. Yeah, yeah. But Earth. millions of light years would have passed. This completely blew my mind off. ബേസിക്കലി ഇപ്പോ നമ്മൾ കാണുന്ന സ്റ്റാർസ് ഉണ്ടല്ലോ, Yeah, they are exploding or something. Yeah. സോ വി ആർ സീയിങ് ദ പാസ്റ്റ്. ഓൾറെഡി സംഭവിച്ച കാര്യങ്ങളാണ് നമ്മളിപ്പോ കാണുന്നത്. മില്യൺസ് ഓഫ് Yeah, ലൈറ്റ് ഇയേഴ്സ് yeah, കഴിഞ്ഞിട്ടാണ് yeah, yeah. നമുക്ക് ആ ലൈറ്റ് എത്തുന്നത്. സോ റൈറ്റ് നൗ അറ്റ് പ്രസന്റ് പോയിന്റ് ഓഫ് ടൈം നമുക്ക് അറിയില്ല എന്താണ് അവിടെ നടക്കുന്നത്. സോ ഇറ്റ്സ് എ വെരി ക്രേസി തിങ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. ടൈം ട്രാവൽ പറയുമ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് പോവാം. Yeah. ഇപ്പം സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പറഞ്ഞില്ലേ, അയാളുടെ പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നീട് പറഞ്ഞു ചിലപ്പോൾ അവർക്ക് അറിയാം അതുകൊണ്ട് അവർ വന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയും ചിലപ്പോൾ അവർക്ക് അതിന് കഴിഞ്ഞിട്ടുള്ള അറിയാം അതുകൊണ്ട് അവർ വന്നില്ല എന്ന് പറയാം. നമുക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോ But എന്നും എനിക്കൊരു അതിനൊരു interesting topic ആണ്. ഫുൾ സ്റ്റോപ്പ് ഇല്ല സാധനത്തിന് ഞങ്ങൾ പറയുമ്പോൾ. Okay, so I think we are winding up on this note. Some interesting topics. ഞങ്ങൾക്ക് So- കുറച്ചും കൂടി പറയാനുണ്ട്, പക്ഷേ സമയമില്ല. കുറച്ചും കൂടി പറയാൻ പറ്റുള്ളൂ, നീ കുറച്ചല്ലെങ്കിൽ കൂടുതൽ ഏതെങ്കിലും ഒന്നേ പറയാൻ പറ്റുള്ളൂ. Thank you. That's asking for you. Okay, signing off from Hate Podcast, first episode. Bye bye.